Thank you for reminding me. Who drew that? ആരാ വരച്ചേ ഇപ്പം? Okay, ശരി. Okay, look here. So go to format then. ഫോർമാറ്റിൽ പോയിട്ട് ഇവിടെ കുറെ കളേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്, പിക്ചർ സ്റ്റൈലുകൾ. ഇഫ് യു ക്ലിക്ക് ദിസ് ലൈക്ക് ദിസ് ഇറ്റ് വിൽ ബി. സെക്കൻഡ് പിക്ചറിന്റെ ഫ്രെയിം ഒക്കെ നോക്കുക, മാറ്റം വരുന്നില്ല. ഇവിടെ മാറ്റം വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വന്നു. തേർഡ് വണ്ണില് കുറച്ചുകൂടെ ഡിഫറൻസ്, കുറച്ചുകൂടെ ഡാർക്ക് പോലെ തോന്നും. ഫ്രെയിമിന് ഇതാ ഇവിടുത്തെ ഫ്രെയിമിൽ ഒരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ. നെക്സ്റ്റ് പിക്ചർ സി പ്ലെയിൻ. നെക്സ്റ്റ് ഇതാ ഒരു സൈഡ് ഇങ്ങനെ ലൈക്ക് ദിസ് വേ ക്രോസ് വൈസ് ഈ സൈഡ് കട്ട് ചെയ്തേക്കുന്ന സൈഡില്. ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ തന്നെ, ബട്ട് ഇവിടെ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അതേതായിരുന്നു? ദിസ് വൺ അല്ലേ? ഇവിടെ ഒരു സംഭവം ഇങ്ങനെ വന്നേക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഇല്ല. ഓക്കെ. നെക്സ്റ്റ് വണ് ശരിക്കും ഒരു ഫ്രെയിം ഒക്കെ ആയിട്ട് ഡിഫറൻസ്. അനദർ വണ് സൂപ്പർ. സെൻഡിറ്റാ കുറച്ചുകൂടെ കട്ടിയുള്ള ഫ്രെയിം. ഓക്കെ. ദിസ് വണ്. ഹായ്, ദിസ് ഈസ് വെരി നൈസ്. ഹന്നമ്മ സ്ക്രീനെ നോക്കിയാ നമ്മുടെ പൂവൊക്കെ എങ്ങനെയായിരുന്ന? വെരി നൈസ് നാ? ഓക്കെ. നെക്സ്റ്റ് വൺ വിൽ ബി ലൈക്ക് ദിസ് വേ. നെക്സ്റ്റ് ബ്രൈറ്റ്നസ്. ആക്ച്വലി ഇതിന്റെ കളർ ഇപ്പൊ 0 ഇങ്ങനെയുള്ള നോർമൽ സൈസിലാണ്. ഇഫ് യു ക്ലിക്ക് ദിസ് കളർ ദിസ് മച്ച് ചേഞ്ചസ്. കുറച്ചുകൂടെ ലൈറ്റായി, കുറച്ചും കൂടെ ലൈറ്റായി, കുറച്ചും കൂടെ ലൈറ്റായി ചേഞ്ച് ചെയ്തു. കുറച്ച് ഡാർക്ക് ആയില്ലേ? വാടിപ്പോയി പൂവ്. ഓക്കെ. താഴെ മിസ്സേ 1 സെക്കൻഡ്. ഫുഡ് വേസ്റ്റ് ഇവിടെ കളയല്, പുറത്ത് കളയണേ. ഫുഡിന്റെ വേസ്റ്റ് പുറത്തേ കളയാവുള്ളൂ, ഇവിടെ ഇട്ട സ്മെല്ല് വരും പിന്നെ. ഓക്കെ. അപ്പൊ നമ്മള് ബ്രൈറ്റ്നസ് നോർമൽ തന്നെ എടുക്കാം അല്ലേ? നെക്സ്റ്റ് കോൺട്രാസ്റ്റ് ചേഞ്ചസ് നോക്കണേ. സ്ക്രീനിൽ ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നില്ല. ദിസ് കളറ്, ദിസ് കളറ്, ദിസ് കളറ് ആൻഡ് ദിസ് കളറ്. നമുക്കിപ്പോ നോർമൽ തന്നെയായിരിക്കും നല്ലത് അല്ലേ? നല്ലത്. ഓക്കെ, അത് തന്നെ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് റീകളർ. ഇവിടെ ഇത്ര കളർ ഉണ്ട്, ഇതിൽ ഇഷ്ടമുള്ള കളർ നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് ഓൾറെഡി ഉള്ളത് ഈ കളറാണ്. ഹാ സൂപ്പർ കളർ. സെൻഡിറ്റാ വേണ്ട? ഓക്കെ. ഇഫ് യു ക്ലിക്ക് ദിസ് നെക്സ്റ്റ് കളർ, ദിസ് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വരും അല്ലേ? പഴയ കാലത്തെ സിനിമയിലുള്ള പോലെ. ഇവിടെ അത് വേണ്ട അല്ലേ? How it will be? I like it. ഇത് വാഷൂല സർ. Next this one. This too nice. ഇത് നിലാവുള്ളപ്പ സമയത്തുള്ള പോലെ. ഇത് രസമുണ്ട് സർ. വെരി നൈസ്, വെരി നൈസ്. ഇത് അതിന്റെ ഏകദേശം കളറായി. നല്ല വെയിലത്ത് വാടി നിൽക്കുന്ന പോലെയുണ്ട്. അതിന്റെ ഇളം കളറല്ലേ സർ?
ഓക്കെ, നമുക്ക് നമ്മുടെ നോർമൽ കളർ തന്നെയാണ് നല്ലതല്ലേ? ഇതല്ലേ കളർഫുള്ള്? ഓക്കെ, ജസ്റ്റ് കംപ്രസ് പിക്ചർ, അപ്ലൈ സെലക്ട് പിക്ചേഴ്സ് ഓൺലി. ഓക്കെ, അത് പറ്റില്ല. ചേഞ്ച് പിക്ചർ വേണ്ട, നമുക്ക് ഇത് തന്നെ ചെയ്തിട്ട് നോക്കാം. റീസെറ്റ്, നമ്മുടെ സ്ക്രീനൊക്കെ നേരത്തെ ഇതൊക്കെ മാറ്റിയത്. ജസ്റ്റ് പിക്ചർ ഷേപ്പ്, ഈ നമ്മുടെ ഈ ഫ്ലവറിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാം. ഇത് നമ്മൾ ഓൾറെഡി സ്ക്രീനിൽ കണ്ടതായി. ഇവിടെ സൈഡിലെ ഡിഫറൻസ് നോക്കാം. It looks nice, isn't it? Yes. Aha. Mr. Circle. Circle shape. Circle. മിസ് ഇപ്പൊ ഇത് കാണാൻ ഫ്ലാഗ് പോലെയുണ്ട്. ഇത് കാണുമ്പോ നമുക്ക് ഇതിൽ ഏത് ഷേപ്പ് വേണേലും എടുക്കാം. രസമില്ല. സ്റ്റാർ ഷേപ്പില്. സ്റ്റാർ ഇതിനകത്ത് സ്റ്റാർ കാണുന്നില്ല. സ്റ്റാർ ഈ സ്റ്റാർ അല്ലേ? അത് മതി. എന്ത് ഭംഗി ഇതിനകത്തുള്ള പൂ കാണുന്നില്ല. ജസ്റ്റ് പിക്ചർ ഇഫക്റ്റ്. ഇത് ഭംഗിയില്ല, നമുക്ക് പഴയ പിക്ചർ തന്നെ എടുക്കാം. അതല്ലേ നല്ലത്? ഇത് പിന്നെയും ബെറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ പൂ വരുന്നില്ലേ ഇതിനകത്ത്? ഇതെടുക്കാം. ഇതിന് മുമ്പ് വേറെ ഒന്നും കണ്ടിട്ടേ, അത് രസമുണ്ടായി. പക്ഷെ ഇതിനാ നമ്മള് ഫ്രെയിം ഇടുമ്പോ ഒരു ഭംഗി തോന്നൂല, അതുകൊണ്ടാ പറഞ്ഞ. പിക്ചർ ഹിയർ പിക്ചർ ബോർഡർ അല്ല, പിക്ചർ ഇഫക്ട്സില് ഇഷ്ടമുള്ള പിക്ചർ എടുക്കണം. റൗണ്ട് സാധാരണ നോർമൽ പിക്ചർ ആണെങ്കിൽ അത് ഭംഗിയായിട്ട് തോന്നും. ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. ഉണ്ടോ? ഇതിൽ നമുക്ക് അങ്ങനെ അതിന്റെ ഇഫക്റ്റ് തോന്നുന്നില്ല. അല്ല പിന്നെ റൗണ്ട് ഷേപ്പിലുള്ളതാണെന്നൊരു പിന്നെ ഓക്കെ. ഇത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നേ. നമ്മുടെ കോയലേനെ ഒന്ന് കൊണ്ടട്ടെ. നമുക്ക് പുതിയ ഒരെണ്ണം എടുക്കാം. ന്യൂ എടുക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. ക്ലോസും അല്ല, ഓപ്പൺ ന്യൂ. ഇൻസേർട്ട്
പിക്ചേഴ്സ്. പെൻഗിൻ എടുത്താലോ? കൊയില കൊയില കുറച്ച് അവിടെ സുഖമായിട്ട് തിന്ന് സുഖിച്ചിരിക്കുവാടാ, അതുകൊണ്ട് തന്നെ പിന്നെ ഹായ് ഇതിട്ടാൽ ഇങ്ങനെ ഇരിക്കും. ദിസ് വൺ പ്രൊഫൈൽ ഇങ്ങനെ എടുക്കുമ്പോല്ലേ അതൊരു ഒരു മെൻഷനൊക്കെ ഫോട്ടോ വരുന്നില്ലേ? this അതെ one this one ഇതന്നെ this one this one this one this one this സീസൺ നല്ല പൊളിയാണ്. പൊളിയാണോ? ത്രീ ഡി എഫക്ട്സ് ഇത് എറിയുന്നതാണ് ഫീൽഡ്. ഇങ്ങനെ ഒരു ഗ്ലാസ് പെൻഗിൻ കരയാൻ തുടങ്ങിയോ? ആദ്യം ഫോൺ മുഹമ്മദിന്റെ ആയിരിക്കും. അതന്നെ. നെക്സ്റ്റ്. അപ്പൊ ഇത്രയും മാറ്റങ്ങള്. ഇനി ഇവിടെ ഫോണ്ട് സൈസ് ബ്രിങ് ടു ഫോണ്ട്. ഇവിടെ ട്രൂ ലൈറ്റ്. ഇവിടെ നമുക്ക് വേർഡ് ആർട്ടിൽ ഇഷ്ടംപോലെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏത് മോഡൽ വേണമെങ്കിലും എടുക്കാം. ഇതാ ഇങ്ങനെ വന്നു. ഇതിൽ ഇങ്ങനെ വരയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഓക്കെ ഓക്കെ അത്രയും കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നതെല്ലാം മനസ്സിലായില്ലേ? ഫോർമാറ്റ് ആവുക, കളർ അഡ്ജസ്റ്റ്, കളറ് അതൊക്കെ. നെക്സ്റ്റ് അത് ഒറിജിനൽ കളറും പിന്നെ കളർ മാറ്റി മാറ്റി നമ്മൾ പല കളറിൽ എടുത്തത്. ഓക്കെ നെക്സ്റ്റ് കോപ്പിങ്, അതൊക്കെ പഠിപ്പിച്ചല്ലായിരുന്നു? കോപ്പിയും പേസ്റ്റിംഗ് എല്ലാം, കോപ്പിങ് പിക്ചർ എല്ലാം കഴിഞ്ഞില്ല? അപ്പൊ ഈ ലെസൺ ഇതെല്ലാം കഴിഞ്ഞല്ലോ മക്കളെ. ചേഞ്ചിങ് ദ പിക്ചർ ഷേപ്പ്, ആ ലെസൺ കഴിഞ്ഞായിരുന്നല്ലേ? നമ്മൾ അടുത്ത ലെസൺ തുടങ്ങിയായിരുന്നോ? മിസ് 8ാം പാഠം മിസ് നേരത്തെ പഠിപ്പിച്ചതാ. കഴിഞ്ഞതായിരുന്നോ? 7ാം പാഠം 8ാം പാഠം പഠിപ്പിക്കു പറഞ്ഞു ചെയ്തേ. അതെയോ? 7 തീർന്നു. 7 തീർന്നില്ലേ? ഇപ്പം പിക്ചർ ഇൻസേർട്ട് ചെയ്തതൊക്കെ പഠിപ്പിച്ചില്ലേ? ഓക്കെ വൺസ് അഗൈൻ ഐ വിൽ ഷോ. നമ്മള് ഒന്നും കൂടെ പറയാം. നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എടുക്കുന്നു. പവർ പോയിന്റിൽ ഇതിപ്പോൾ ഓൾറെഡി ഉള്ള ഒരു പിക്ചറാണ്. നമുക്ക് അതുകൊണ്ട് പുതിയൊരു പേജ് എടുക്കാം. സോ ഇഫ് യു വാണ്ട് ടു ടേക്ക് എ ന്യൂ പേജ്,
സ്ക്രീൻ ഷെയർ ചെയ്ത് കണ്ടില്ലായിരുന്നോ? കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഇല്ലേ? ഇപ്പൊ കാണാൻ പറ്റുമോ? ഓക്കെ. So we will go here. Here this is file. Okay, click here and here new എന്ന് പറഞ്ഞുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു പുതിയ പേജ് കിട്ടും. അത് ബ്ലാങ്ക് പ്രസന്റേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ? അതിലൊന്ന് ഡബിൾ ക്ലിക്ക് അടിക്കുക. പുതിയൊരു പേജ് വന്നു. സോ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേർഡ് ആർട്ട് എടുത്തിട്ട് വേർഡ് ആർട്ടിൽ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് ഇത് സെലക്ട് ചെയ്തു, ഇത്. എന്നിട്ട് ഇവിടെ എൻ്റർ യുവർ ടെക്സ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു യുവർ ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞിട്ട്. ട്രൂലായിട്ട് ലൈക്ക് ദിസ് വേ. പിന്നെ നമുക്ക് ഇനി ഇൻസേർട്ട് പിക്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ പിക്ചേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആകെ ഇത്രയും പിക്ചേഴ്സേ ഉള്ളൂ. നമ്മൾ കോയിലേനെ പിടിച്ചോണ്ടിരാം. കോയിലേനെ ഇവിടെ ആരും കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കില്ല. കോയില വന്നു. ഓക്കെ. ഇനി കോയിലേനെ ഇവിടെ അവിടെ നമ്മുടെ പിക്ചർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ വരും. ഓക്കെ. ഫ്രം ദിസ് നമുക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിന്റെ കളറുകൾ, ബോർഡേഴ്സ് ആണ് ഇതൊക്കെ കേട്ടോ. ഈ ബോർഡർ, ദിസ് ബോർഡർ, ദിസ് ബോർഡർ, this one, this one, this one. Aha, super. Another fantastic. Yes. Like the same, which one we want, we can take. Okay. Next, brightness എടുക്കുന്നു. Brightness ഓരോ numbers ഉണ്ട്. +40, +30, +20, +10. And this is normal. -10, -20, -30. ആഹാ, അമ്മോ, -40. ഇതിപ്പോ ശരിക്കും കോയിലയ്ക്ക് പകരം നമ്മുടെ ബീറിന്റെ പോലെയായി അല്ലേ? പാണ്ട. ഓക്കെ. നമ്മൾ നോർമൽ എടുത്ത് കഴിയുമ്പോൾ നോർമൽ സൈസിലേക്ക് വന്നു. നോർമൽ തന്നെ. നെക്സ്റ്റ് ബ്രൈറ്റ്നെസ് നമ്മൾ ഇപ്പൊ കണ്ടില്ലേ? നെക്സ്റ്റ് കോൺട്രാസ്റ്റില് -40 ലൈക്ക് ദിസ് വേ, -30, sorry, minus not a +40, +30, +20, +10, and this is normal. -10, -20, -30, and -40 contrast. Next recolor തന്നിട്ടുണ്ട്. റീകളറിൽ നമ്മൾ this color, if you take ഇത് normal already ഉള്ള color. Next color, if you take this color, it will be like this way. This one, this one, this one. ചിമ്പിച്ച് വയസ്സായി കോയിലേക്ക്. ആഹാ. മിസ്സേ, കോയിലക്ക് ലൈറ്റ് കളറാ ഇഷ്ടം തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ലൈറ്റ് കളർ വെച്ചപ്പോൾ നല്ല നെക്സ്റ്റ് പിക്ചർ ഷേപ്പ്. ഇതിപ്പോ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഉള്ളത്. അതിന് നമുക്ക് ഇവിടുന്ന് ഏത് കളർ വേണേ, അല്ല സോറി, ഏത് പിക്ചർ വേണേലും എടുക്കാം. ഫാന്റാസ്റ്റിക്. പിന്നെ പിക്ചറിന് പിക്ചർ ബോർഡർ കൊടുക്കാം. പിന്നെ പിക്ചർ ഇഫക്റ്റ് എന്ന് പറഞ്ഞ ഇവിടെ നമ്മൾ 3D പോലെയുള്ളതൊക്കെ കണ്ടായിരുന്നു അല്ലേ? ഓക്കെ. മിസ്റ്റർ കോയലയുടെ ഫോട്ടോ നേരത്തെ ഉള്ളതുപോലെ ആക്കുവോ?
ഓക്കെ. അപ്പൊ അത്രയാണ് ആ ലെസണിലുള്ളത് കേട്ടോ. നോട്ട്സ് എല്ലാം പിന്നെ മിസ്സയക്കാം. എക്സാമും പ്രോഗ്രസ് കാർഡ് റെഡിയാക്കലും ഒക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടാണ്. സയൻസിന്റെ ഉണ്ട്, കമ്പ്യൂട്ടറിന്റെ ഉണ്ട്, മറ്റു ക്ലാസ്സുകാരുടെ കുറച്ച് നോട്ടുകൾ അയച്ചു കൊടുക്കാനുണ്ട്. എല്ലാം അയച്ചിട്ട് തരാം കേട്ടോ. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് 5th ലെസൺ വരെയുള്ള നോട്ട്സ് തന്നെ, 5th 6th വരെ അല്ലേ? 5th and 6th അല്ലേ? കമ്പ്യൂട്ടറിന്റെ ഏതൊക്കെ ലെസൺ ആണ്? ഞാൻ കമ്പ്യൂട്ടറിന്റെ 6th വരെ ലെസൺ ക്ലാസ് 5 അല്ലേ? ക്ലാസ് 5ന്റെ സിക്സ്ത് ലെസൺ വന്നു. 7th 8th 2 ലെസൺസിന്റെ തരണം. അതുപോലെ സയൻസിന്റെ ഉണ്ട് അല്ലേ? ഓക്കെ, ലീവ് ഇറ്റ്. നെക്സ്റ്റ് വി ഷൽ സ്റ്റഡി ലെസൺ നമ്പർ 9, ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ജസ്റ്റ് ഡിഡ് വി സ്റ്റാർട്ട്? Didn't start, I think. Okay. Page number 85. എഡ്വിൻ കുട്ട കേൾക്കുന്നുണ്ടോ? എഡ്വിൻ കേൾക്കുന്നുണ്ടോ മോനെ? സ്റ്റക്കാണോ മോനോ? One second. So what you know about internet? Internet means what? Please unmute and say. Hannah. മിസ് ഇന്റർനെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ ഈ കമ്പ്യൂട്ടറിനൊക്കെ നമ്മൾ ഇന്റർനെറ്റ് എടുത്തിട്ടല്ലേ എല്ലാം ചെയ്യുന്നത്. വെരി ഗുഡ്. ഇറ്റ്സ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. വി നോ ദാറ്റ്. ഞാനിപ്പോ നിങ്ങളോട് പിന്നെ ലക്ഷ്മിക്കുട്ടി, okay, if in the morning I had 7th standard science class. In 2004 in India, some parts of Kerala and Tamil Nadu, then which one, Andhra Pradesh, some parts of India, means especially in Kerala, then Tamil Nadu, Andhra Pradesh, and other than India, Indonesia, Sri Lanka and all faced a cyclonic error called tsunami. Have you heard that word tsunami? Yes. Tsunami. But at that time you were not at born because it was in 2004. 2004. Yes. Were you born in 2004? No, isn't it? 2010. Okay. 2010. Okay. So you know just what is tsunami, how it comes and all, isn't it? But see, since with the help of internet, we can share the video of tsunami that affected in 2004 in India and Sri Lanka and Indonesia also. നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും. എങ്ങനെ? ഇന്റർനെറ്റിലൂടെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ്. സുനാമി എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല, അതെങ്ങനെയാ വരുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹാവ് യു ഗോൺ ടു ഹിമാലയ? രാവിലെ ഹിമാലയിൽ പോയിട്ട് ഇല്ല, പോയിട്ടില്ല അല്ലേ? പക്ഷേ if I share the video of Himalaya, it is better to understand how is Himalaya. No need to go to there to see how is it.
നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് സംഭവം നടന്നാലും നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ്. നമുക്ക് അറിയില്ലാത്ത നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഈ സാധനം വരും, നമുക്ക് കാണാൻ പറ്റും. അതുൽ KV ഇപ്പൊ അതിന്റെ വീട്ടിൽ വന്ന് ഞാൻ സുനാമി ഉണ്ടാക്കും. 2004 സുനാമിയെക്കാളും വലിയ സുനാമി ആയിരിക്കും. ഓക്കെ, വെയിറ്റ് എ മിനിറ്റ്. Wait a minute. Tsunami in Indian Ocean killed thousands in India. Okay, India, Indonesia. See this? സുനാമി നടന്നപ്പോൾ സുനാമി വന്നപ്പോൾ നമ്മുടെ ബിൽഡിങ്സും എല്ലാം പോകുന്നത് 4 countries including Indonesia, India and Sri Lanka. On December 26th, 2004, tsunami killed over 230,000 people in different countries. One second. ലോക ജനതയെ നടുക്കിയ സുനാമി ദുരന്തത്തിന് ഇന്ന് 13 ആണ്ട്. ഓഖി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ ചർച്ചയാകുന്നതിനിടെയാണ് സുനാമിയുടെ ഒരു വാർഷികം കൂടി കടന്നുപോകുന്നത്. കണ്ടാ മതി ഇപ്പം സുനാമി നടന്ന് എങ്ങനെയാന്ന് കണ്ടോ? തിരമാലകളൊക്കെ ഹൈ ലെവലിൽ പൊങ്ങി വരുന്നത്. ഓഖി വരുത്തിയ മുറിപ്പാട് ഉണങ്ങിയിട്ടില്ല. ഇനിയും മടങ്ങിയെത്താത്ത ഉറ്റവരെയും കാത്ത് ഓക്കെ, നിങ്ങളെ അത് കാണിക്കുന്നില്ല കാരണം അവരുടെയൊക്കെ കരച്ചിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമാകും. സി, ഒരുപാട് ഒരു ഹൈ ലെവലില് വേവ്സ് വരും. കടൽ തിരമാലകൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ വരുമെന്ന് അറിയത്തില്ല. കടൽ തീരത്തും ആ പരിസര ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി പോയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, സുനാമി. ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ്. ഇപ്പൊ അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ, ദുബായിൽ നടക്കുന്ന കാര്യങ്ങൾ, കാനഡയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ്. ആൻഡ് വി നോ ദാറ്റ് യു മേ ഹാവ് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് ഓൾ ഇൻ foreign countries. Some of your parents, brothers or sisters, uncles, aunties and all are living in foreign countries. You can call them, make a call them, you can talk to them, you can see them, and you can make a video call and talk to them, isn't it? Okay, all these are with the help of internet. See here in this picture, page number 85, one picture is given there. It is completely connected. It's a picture of world globe, isn't it? Okay, the whole world is connected. And now just I showed that video. One man was reading the news, and he is reading from Trivandrum somewhere else. Here we can see, isn't it? ഓക്കെ, അത്രയും ദൂരത്ത് നിന്ന് അവർ ന്യൂസ് വായിക്കുന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ TV കാണുമ്പോൾ എവിടുന്ന് എങ്ങനെ TV-യിലെ ഇതൊക്കെ വരുന്നത്? ആരിതൊക്കെ അറിയുന്നു അല്ലേ? ജോസി പറഞ്ഞ പോലെ. അതിലെ സ്റ്റക്കായി പോയതാണോ? ഓക്കെ, നമ്മുടെ ടൈം തീരെയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പുതിയ ലെസൺ എടുക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അയച്ചു തരാൻ ബാക്കിയുള്ളവർക്കൊക്കെ ഇനി ഞാൻ വൈകുന്നേരം വോയിസ് വിടണോ? എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ വേഗം വിട്ടോ, ഇല്ലെങ്കിൽ വൈകുന്നേരം സുനാമി അങ്ങോട്ട് വരും കേട്ടോ, ഫോണിൽ കൂടെ.
ഇപ്പൊ കാണിച്ചതിനേക്കാളും വലിയ സുനാമി വരും. അത് അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതിലും വലിയ സുനാമി വരും. ഓക്കെ ഓക്കെ, ബൈ ബൈ. സുനാമി വരുന്നേ ഏഹ് ഫോണിൽ കൂടെ എങ്ങനെയാ സുനാമി അത് വരുന്നത്? വൈകുന്നേരം നീ കേട്ടോ കേട്ടോ. നിന്നോട് ഞാൻ കമ്പ്യൂട്ടറിന് നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അയക്കാൻ പറഞ്ഞിട്ട് അയച്ചായിരുന്നാ? ഏത് ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കിട്ടാ? ആ ഞാൻ അയച്ചായിരുന്നല്ലോ. അയച്ചോ? ആ നീ ഇതോ നോ ക്വസ്റ്റ്യൻസ്, സിസ്റ്റം ക്വസ്റ്റ്യൻസ്. അതാ ചോദിച്ചത് ഫോണിൽ കൂടെ സുനാമി വരും. അതാണ് പറഞ്ഞത്, ഫോണിൽ കൂടെ സുനാമി വരുന്നു. ഓക്കെ ബൈ ബൈ. ബൈ.